കേരളത്തിലെ മുഖ്യമന്ത്രി എന്ത് മെസ്സേജാണ് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം 2018 പ്രളയ സമയത്ത് അദ്ദേഹം പറവൂർ MLA ആണല്ലോ. അദ്ദേഹം നിയമസഭയിൽ പ്രസംഗിച്ച ഒരു പ്രസംഗം ഞാൻ കേൾപ്പിച്ചു തരാം. കാത്തുനിന്ന് എല്ലാ ഡാമുകളും ഒരുമിച്ച് തുറന്നിട്ട് മഹാപ്രളയം സൃഷ്ടിച്ചതിന്റെ ഉത്തരവാദികൾ ആരാണ്? രാഷ്ട്രീയമായ ആരോപണം ഉന്നയിച്ച് ഈ ചർച്ചയുടെ ഗൗരവത്തെ ചോർത്തിക്കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കെടുകാര്യസ്ഥതയുടെ, ആസൂത്രണമില്ലായ്മയുടെ, കുറ്റകരമായ അനാസ്ഥയുടെ ബാക്കി പത്രമാണ് ഈ മഹാദുരന്തം എന്ന് ചരിത്രം വിധി എഴുതാൻ പോവുകയാണ്. സർ, ഡാം മാനേജ്മെന്റിന്റെ ABCD അറിയാൻ പാടില്ലാത്ത ആളുകളെ അതിന്റെ ഉത്തരവാദിത്വത്തിൽ ഏൽപ്പിച്ചതാരാണ് സർ? അതിനെ നിരീക്ഷിക്കാൻ, ഗൗരവപൂർവമായ നടപടികൾ എടുക്കാൻ എന്തുകൊണ്ട് നമ്മൾ കഴിഞ്ഞില്ല സർ? ഈ KCBക്ക് ഡാം തുറന്നുവിടാൻ എന്താണ് KCBൻ്റെ ABCD അറിയാത്ത അന്നത്തെ മന്ത്രി MM മണിയാണ് കേട്ടോ. MM മണി ആ ഡാം മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ആ ഡാം മാനേജ്മെൻറ്റ് ഇന്നലെ രാത്രി ചെയ്തതെന്താ അറിയാം? മിനിഞ്ഞാന്ന് രാത്രി 8 മണിക്ക് ഇത്ര വലിയൊരു സാഹചര്യം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് രാത്രി 1 മണിക്ക് അങ്ങ് തുറന്നു വിട്ടു. കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടില്ലല്ലോ. കേരളത്തിലെ KCB മന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടില്ലല്ലോ. കേരളത്തിലെ ജനങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു മൈക്ക് അനൗൺസ്മെൻറ്റ് വന്നില്ലല്ലോ. ഒരു സംവിധാനം വന്നില്ല. 192 അടിയായി എന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങ് തുറന്നങ്ങ് വിട്ടു രാത്രി 1 മണിക്ക്. ആരോട് വിളിച്ച് പറഞ്ഞിട്ടാ? എന്ത് ഡാം മാനേജ്മെൻറ്റ് സുരക്ഷയാണ് നോക്കിയത്? ഇവരാണല്ലോ 2018 കേരളത്തിലെ പ്രളയത്തിന് കാരണം ഡാമുകൾ തുറന്നു വിട്ടതാണ് എന്ന് പറഞ്ഞ് ഘോരഘോരം നിയമസഭയിൽ പ്രസംഗിച്ചത്. ഇന്നത്തെ മുഖ്യമന്ത്രിയാണല്ലോ പ്രസംഗിച്ചത്. എന്ത് മുൻകരുതലെടുത്തത്? എന്താ കേരളത്തിലെ മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരത്തില്ലായിരുന്നോ? രാത്രി 11 മണിക്ക് അല്ല രാത്രി 1 മണിക്ക് ഇങ്ങനെ ഡാം തുറന്നു വിടാൻ പോവുകയാണ്, ആൾക്കാർ പ്രിക്കോഷൻ എടുക്കണം. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ അത് വാർത്തയാക്കില്ലായിരുന്നോ? കേരളത്തിലെ പത്രങ്ങൾ വാർത്തയാക്കില്ലായിരുന്നോ? കേരളത്തിലെ സോഷ്യൽ മീഡിയ അത് വാർത്തയാക്കില്ലായിരുന്നോ? ഒരാളും ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് എന്നുള്ളതാണ്. ഈ മുഖ്യമന്ത്രിക്ക് മഴക്കാലത്ത് ഭക്ഷണം കഴിക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത്. അങ്ങ് ഭക്ഷണം കഴിച്ചോളൂ സാർ, അങ്ങ് മണിവാടിയിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചോളൂ. പക്ഷേ അങ്ങയ്ക്ക് വേണ്ടി വോട്ട് ചെയ്ത ജനങ്ങൾ വെള്ളത്തിനടിയിലാണ്. അങ്ങേക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങേ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പാവപ്പെട്ട ജനങ്ങൾ മണ്ണിനടിയിലാണ്. ഇത് അദ്ദേഹം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇത് കേരളത്തിലെ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ എടുത്തത് എന്തോ വലിയ പ്രശ്നം എന്നുള്ളത് പോലെയാണെന്ന്. കേരളത്തിലെ ഹെലികോപ്റ്റർ എടുത്ത് പറഞ്ഞോളൂ, ഒരു പ്രശ്നമില്ല കേരളത്തിലെ ജനങ്ങൾക്ക്. പക്ഷേ അത് ഏത് സമയത്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ 5700 പേർ അത് ഈ പറയുന്ന ദുരിതാശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് എവിടെ കിടക്കുകയാണ്? ദുരിതാശ്വാസ ക്യാമ്പിൽ കിടക്കുകയാണ് അല്ലേ? അവർക്ക് വെള്ളം വേണം, വെളിച്ചം വേണം, അവർക്ക് വേണ്ട സംവിധാനങ്ങൾ വേണം. അവർ വർഷങ്ങളായിട്ട് ഉണ്ടാക്കി 2018 പ്രളയത്തിൻ്റെ അകത്ത് മുഴുവൻ സംവിധാനവും നശിച്ചവരാണ്. റാന്നിയിലും പത്തനംതിട്ടയിലുള്ളവർ വെള്ളം കയറിയിട്ട് ആ കടത്തിൽ നിന്ന് കര കയറി തിരിച്ചു വരുന്നതേ ഉള്ളൂ. ആ കടകൾ നിങ്ങൾ കണ്ടില്ലേ? കടയുടെ ബോർഡിൻ്റെ ഒപ്പം വെള്ളമാണ്. ഒരു സാധനം ആ ഓഫീസിൽ കൂടെ ഉണ്ടാവില്ല. ഇപ്പം തന്നെ പറഞ്ഞല്ലോ, രാത്രി 11 മണിക്ക് തലേദിവസം രാത്രി 11 മണിക്ക് തട്ടുകട അടച്ച് തിരിച്ചു പോകുന്നവൻ ഇങ്ങനെയൊരു പ്രശ്നമില്ല. അവൻ തിരിച്ച് പിറ്റേ ദിവസം രാവിലെ വരുമ്പോഴത്തേക്ക് അവൻ്റെ കഴുത്തിനൊപ്പം വെള്ളമാണ്. അവൻ്റെ വീടുകൾ മുഴുവൻ മുങ്ങിയിട്ടാണ്, കടകൾ മുഴുവൻ മുങ്ങിയിട്ടാണുള്ളത്. അവിടെ ആ 5700 പേർ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വരുമ്പോൾ 200 പേരെ വീടുകൾ നഷ്ടപ്പെടുമ്പോൾ 8 പേരെ ജീവൻ പൊലിയുന്ന സമയത്ത് ഹെലികോപ്റ്റർ എടുത്ത് പറന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഹെലികോപ്റ്റർ എടുത്ത് പറക്കേണ്ടിയിരുന്നത് എങ്ങോട്ടാണ്? ഇടുക്കിയിലേക്കായിരുന്നു നിങ്ങൾ പറക്കേണ്ടിയിരുന്നത്, പത്തനംതിട്ടയിലേക്കായിരുന്നു പറക്കേണ്ടിയിരുന്നത്. ജനങ്ങളെ ആശ്വസിപ്പിക്കണമായിരുന്നു. ഇതാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത് പ്രതീക്ഷിച്ചാണ് കേരളത്തിലെ മുഖ്യമന്ത്രി VD സതീശനാകണമെന്ന് ജനങ്ങൾ ഈ പറഞ്ഞ റോട്ടിൽ കൂടെ മുദ്രാവാക്യം വിളിച്ച് അദ്ദേഹത്തെ ആക്കിയത്. അദ്ദേഹത്തിന് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല. കാരണം ഞാൻ ചെയ്യുന്നതാണ് ശരി എന്നാണ് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്നതെന്ന് വിശ്വസിച്ചതായിരിക്കും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്ക് വാപ്പയ്ക്ക് തങ്ങളുടെ വീട്ടിൽ പോകുന്നതിന് പ്രശ്നമില്ല. പക്ഷേ എപ്പോൾ പോകുന്നതാണെന്നുള്ള പ്രശ്നം. നിങ്ങൾ എപ്പോൾ പോകും? നിങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞ് പോവാം, അവിടെ പോയി ഭക്ഷണം കഴിക്കാം. നിങ്ങളുടെ സുഹൃത്താണ്, നിങ്ങളുടെ ഘടകകക്ഷി നേതാവാണ്, ഒക്കെ ശരിയാണ്, നല്ലതല്ലാന്ന് പറയും. എപ്പോൾ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നമേ, അല്ലാതെ വേറെ എന്താണ് പ്രശ്നം? ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ എടുത്ത് പ്രൈവറ്റ് ജെറ്റ് എടുത്ത് മംഗലാപുരത്ത് പോയല്ലോ. ആരെങ്കിലും ചോദിച്ചിരുന്നോ? ചോദിച്ചില്ലല്ലോ. ചോദിച്ചു എപ്പം? കേരളത്തിലെ മുഖ്യമന്ത്രിയായ സമയത്ത്. എന്തിനാണ് പോയത് എന്നുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവണം എന്നുള്ളതുകൊണ്ടാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ആരാകും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾ പോയിക്കോളൂ, പക്ഷേ ഇപ്പം എന്തിനു പോയി എന്നുള്ളതാണ്. നിങ്ങൾ ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി 3 ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലാതെ ഒരു ബൈറ്റ് കണ്ടോ? കേരളത്തിലെ മാധ്യമങ്ങൾ ബൈറ്റ് ചോദിക്കാത്തതുകൊണ്ടാണോ? പിന്നീട് പറയാം എന്നാണ് പറയുന്നത്. എന്താണ് പിന്നീട് പറയേണ്ടത്? ഇനി ഞങ്ങൾ ബുധനാഴ്ച വരെ കാത്തിരിക്കണോ? കേരളത്തിലെ മുഖ്യമന്ത്രി ഒന്ന് വായിൽ നിന്ന് എന്തെങ്കിലും 2 വാക്ക് മൊഴിയാൻ വേണ്ടിയിട്ട് ബുധനാഴ്ച വരെ കാത്തിരിക്കേണ്ട അവസ്ഥയിലെത്തിയോ? അങ്ങനെ എത്തിയിട്ടുണ്ടോ? കാരണം പിന്നീട് പറയാം എന്ന് പറയാണ്. മൈക്ക് കൊണ്ട് ചെല്ലുന്ന സമയത്ത് ഇനി ബുധനാഴ്ച ചെന്ന് കഴിഞ്ഞാൽ ചോദിക്കുമ്പോൾ എന്താണ്? ഞാനിവിടെ റവന്യൂ മന്ത്രിയെ ഏൽപ്പിച്ചിട്ടില്ലായിരുന്നോ എന്ന് ചോദിക്കും. അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് കാര്യം ചോദിക്കുന്നില്ലോ. അദ്ദേഹം കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ.
ഇന്നിപ്പോൾ PC വിഷ്ണുനാഥ് പത്രസമ്മേളനം നടത്തി പറയുകയാണ്, ഇന്ന് ശക്തമായ മഴയ്ക്ക് രാത്രി മഴയ്ക്ക് സാധ്യതയുണ്ട്, പ്രളയസമാനമായ സാധ്യത ഇന്ന് രാത്രി മിന്നൽ പ്രളയത്തിനുള്ള സാധ്യത ഇന്നുണ്ട് എന്നുള്ളത് PC വിഷ്ണുനാഥ് പത്തനംതിട്ട നമുക്ക്. കാരണം സാർ, ഇത് കേരളത്തെ സംബന്ധിച്ചുള്ള വലിയ പ്രശ്നമാണെന്ന്. ഒരു സംസ്ഥാനത്തെ ഒരു ജില്ലയിൽ ഇത് ഒരു 200 ജില്ലകളിലുള്ള സംസ്ഥാനമല്ല കേട്ടോ, വെറും 14 ജില്ലകളുള്ള സംസ്ഥാനമാണ്. ഈ 14 ജില്ലകളുള്ള സംസ്ഥാനത്ത് ഒരു ജില്ലയിൽ മിന്നപ്രളയത്തിന് സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ അത് ആ പത്തനംതിട്ടയിൽ ഒതുങ്ങി നിൽക്കുന്നതാണെന്നാണോ കേരളത്തിലെ മുഖ്യമന്ത്രി വിചാരിച്ചിരിക്കുന്നത്? അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്? ആണോ? എന്നിട്ട് അവിടെ ഒരു ഏകോപന ചുമതലയുണ്ടോ എന്ന് ചോദിക്കുക. അതൊരു 3 ഫേസ്ബുക്ക് പോസ്റ്റോ എന്നാൽ ഒരു മണിക്കൂർ വെച്ചോ 2 മണിക്കൂർ വെച്ചോ ഒരു അപ്ഡേഷൻ വേണ്ടേ? കേരളത്തിലെ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് CMOയിൽ നിന്ന് ഒരു അറിയിപ്പും വരുന്നില്ല. അത് 2 ദിവസമായിട്ട് ഒരു പ്രസ് റിലീസും ഇല്ല. അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ബാക്ക് ടു ബാക്ക് പ്രസ് റിലീസ് വരുന്ന മുഖ്യമന്ത്രിയുടെ ദുരന്തത്തെ അഭിമുഖീകരിക്കുന്ന സമയത്തില്ല. എന്തേ അത് ഇല്ലാതെ പോകുന്നത്? അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും അദ്ദേഹത്തെ അലട്ടുന്നുണ്ടോ? എന്നാൽ അത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയണ്ടേ? കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന, കേരളത്തിലെ ആയിരക്കണക്കിന് ജനങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുമ്പോൾ അവരുടെ ഭക്ഷണം കിട്ടുന്നുണ്ടോ, അവർക്ക് വെള്ളം കിട്ടുന്നുണ്ടോ, അവർക്ക് സ്വത്ത് കിട്ടും. ഞാൻ മാധു പറഞ്ഞതിൽ നേരത്തെ എനിക്ക് എതിരഭിപ്രായമുണ്ട്. കേരളത്തിലെ ഈ പറയുന്ന ദുരിതം അനുഭവിക്കുന്നവർക്ക് മുഴുവൻ അവരെല്ലാ സാഹചര്യം ഒരുങ്ങിയതുകൊണ്ടല്ലോ കേരളത്തിലെ ജനങ്ങളുടെ കയ്യിൽ നിന്നൊന്നും അവർക്ക് കൊടുക്കാൻ അവർക്ക് എല്ലാം ലഭിച്ചതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇടുക്കിയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് ഡ്രസ്സ് ഇന്ന് അരുൺ സാർ നേരത്തെ പറഞ്ഞല്ലോ, ആ നായ അന്വേഷിച്ച് നടന്ന വീട്ടിൽ ആ ഇട്ട ഡ്രസ്സ് അല്ലാതെ ഒരു സാധനമില്ല. എന്ന് നമ്മുടെ റിപ്പോർട്ടർ പോയി ചോദിച്ചതാണ്. ഒരു സാധനമില്ല, അവിടെ ഒരാളും കൊണ്ട് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? കേരളത്തിൽ അങ്ങനെ ഒരു നേതാവില്ല ഇത് ഏകോപിപ്പിച്ച് ആ വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് പത്തനംതിട്ടയിലെ ജനങ്ങൾക്ക് ഈ പറയുന്ന സാധനം ആവശ്യമില്ലാത്തതുകൊണ്ടല്ല, അത് ഏകോപിപ്പിച്ച് അവിടെ ഇന്ന് PC വിഷ്ണുനാഥ് പത്രസമ്മേളനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. എന്താ അറിയോ? ഞങ്ങൾ 1 ലക്ഷം രൂപ പഞ്ചായത്തിന് കൊടുത്തിട്ടുണ്ട്. 1 ലക്ഷം രൂപ അഡീഷണൽ പെട്ടെന്ന് വേണമെങ്കിൽ തഹസിൽദാർ എടുത്തിട്ടുണ്ട്. ഇനി അഡീഷണൽ എന്തിനു വേണമെങ്കിൽ നിങ്ങൾ ചിലവാക്കി എടുത്താൽ ഞങ്ങൾ റീഇംബേഴ്സ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഈ 1 ലക്ഷം രൂപ കൊണ്ടാണ് അവിടെ സംവിധാനം നടക്കാൻ പോകുന്നത്. ആണോ? അങ്ങനെയാണെങ്കിൽ രാവിലെ ഒരു ഏകോപന കുറവില്ലെങ്കിൽ രാവിലെ അവിടെ ഫുഡ് എത്താൻ താമസിക്കില്ലല്ലോ. വാർത്ത വന്നപ്പോൾ ഫുഡ് എത്തിച്ചു, അതുവരെ എത്തിക്കുമല്ലോ. കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെയാണ്, കേരളത്തിലെ സംസ്കാരം അങ്ങനെയാണ്. വാർത്ത വന്നാൽ സെക്കൻഡ് കൊണ്ട് എല്ലാ കാര്യങ്ങളും എത്തും. വാർത്ത വന്ന സമയത്ത് 700 കോടി മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിലെത്തിയ സംസ്ഥാനമാണ് കേരളം. ഒരു വാർത്ത വന്ന സമയത്ത്. അപ്പോൾ ഇത് ഏകോപിച്ച് കൊണ്ടു കൊടുക്കാൻ ഒരു സ്ഥലം വേണം, ഒരു നേതാവ് വേണം, ഒരു മുഖ്യമന്ത്രി വേണം, ഒരു മന്ത്രി വേണം. ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അവിടെ ഞാൻ വിചാരിക്കുന്നില്ല. പത്തനംതിട്ടയിലെയും റാന്നിയിലെയും ജനങ്ങൾ മുഴുവൻ സുഭിക്ഷരായിരിക്കുകയാണ്. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, അവർക്ക് ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആരെങ്കിലും ഇതൊന്ന് കളക്ട് ചെയ്ത് അവർക്ക് കൊടുക്കണ്ടേ? അവരെന്താ പറയുന്നത്? അവരുടെ ജീവിതത്തിലുള്ള സാധനം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. 2018 പ്രളയത്തിലെല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങളൊന്ന് കരകയറി വന്നിട്ടേ ഉള്ളൂ. ഒരു കടക്കാരൻ പറയാണ്, ഞാൻ ലോൺ അടച്ച് തീർന്നതേ ഉള്ളൂ സാർ. കഴിഞ്ഞ 18-ലെ സാധനം 18-ലെ ഓണത്തിന് വേണ്ടി മേടിച്ചു വെച്ച സാധനങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട് അതിൻ്റെ കടം വീട്ടി 70 ലക്ഷം രൂപയുടെ സാധനം ഈ ഓണത്തിന് വേണ്ടി മേടിച്ചു വെച്ച സ്ഥലത്തേക്കാണ് ഈ വെള്ളം കയറുന്നത്. അവർ മുഴുവൻ സമ്പുഷ്ടരും സുഖിവാന്മാരായി ജീവിക്കുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. അവർക്ക് സാധനം ഏകോപിച്ച് കൊടുക്കാൻ വേണ്ടി ഇവിടെ സിസ്റ്റം ഇല്ലാതെ പോയി. 1 രൂപ കളക്ഷൻ കണ്ടോ? ഈ 3 ദിവസമായിട്ട് ഈ ദുരിതം അനുഭവിച്ചവരുടെ അടുത്തേക്ക് 100 രൂപ മലയാളികളിൽ നിന്ന് പിരിച്ചു കൊടുക്കാൻ വേണ്ടി ഒരാളും ഇറങ്ങിയിട്ടില്ല. എന്താ ഇറങ്ങാത്തത്? അതിനൊരു നേതൃത്വം ഇല്ലാതെ പോയി. അപ്പോൾ അതെന്ന് പറയുന്നത് കേരളത്തിലെ പറയുന്ന സിസ്റ്റം ശരിയായതുകൊണ്ടാണ്. ഞാൻ എനിക്ക് ഒരു സിസ്റ്റവും ശരിയായിട്ടില്ല. രാത്രി 1 മണിക്ക് ഡാം തുറന്നുവിടില്ല. രാത്രി 8 മണിക്ക്. കാരണം ഈ പറയുന്ന ഉച്ചയോടേക്ക് മഴയാണല്ലോ. ഈ അടി വെള്ളം കയറുമ്പോൾ അറിഞ്ഞുകൂടെ? വെള്ളം കയറുന്ന സമയത്ത് രാത്രി 8 മണിയായപ്പോൾ മാത്രമേ തുറന്നുകൊണ്ട് അവസ്ഥകൾ മനസ്സിലാകുന്നത് ആണോ? അപ്പോൾ ഇത് പറയുന്ന സമയത്ത്, ഇത് ആരോപണമായി ഉന്നയിക്കുന്ന സമയത്തേക്ക് തന്നെ 8 മണീൻ്റെ പ്രസ് റിലീസ് എടുത്ത് പുറത്തേക്ക് വിടുകയാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ, പക്ഷേ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇത് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹമാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ചെയർമാൻ. എന്തിനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ചെയർമാനാക്കി വെക്കുന്നത്? കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണത്. കേരളത്തിലെ ഡിസാസ്റ്റർമാർ, കാരണം ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കുന്ന സമയത്ത് അതിനകത്ത് ഏറ്റവും കൂടുതൽ വാക്കാൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ആളായിരിക്കണം. ഒരു ഗവൺമെൻറ് ഉത്തരവിൻ്റെ പോലും ആവശ്യമില്ല. വാക്കാൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ആളായി മാത്രം. അതാരെ പറ്റുക? അത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മാത്രമേ പറ്റുള്ളൂ. വാക്കാൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ആളെന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം അത് കേരളത്തിലൊരു മന്ത്രിയെ ഏൽപ്പിച്ചിട്ട് സ്വകാര്യ പരിപാടിക്ക് പോയി എന്ന് പറഞ്ഞാൽ എന്ത് ഔചിത്യമാണ് അതിനകത്തുള്ളത്? എന്ത് ഉത്തരവാദിത്തമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കുള്ളത്? ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ, ഞാൻ പറയുന്നത് ഈ ഹെലികോപ്റ്റർ വിവാദം മാറ്റി വെക്കണം എന്നാണ് പറയുന്നത്. ഹെലികോപ്റ്റർ വിഭാഗം ഇതിനേക്കാളും വെച്ച് ആരോപണം എന്ന് പറയുന്നത് വളരെ ചെറിയ ആരോപണമാണ്. ഈ ഫുഡ് കഴിച്ച ആരോപണം എന്ന് പറയുന്നത് വളരെ ചെറിയതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി കഴിഞ്ഞ 3 ദിവസം എവിടെയായിരുന്നു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളോട് പറയണം. എവിടെയായിരുന്നു? അദ്ദേഹത്തിന് ഒഴിവാക്കാൻ പറ്റാത്ത ഏത് പരിപാടിയാണ് ഉണ്ടായിരുന്നത്? ഇതാണ് ഏറ്റവും വലിയ ആരോപണം.
ഈ ആരോപണത്തിന് കേരളത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ എന്ത് വിചാരിക്കുന്നറിയോ? കേരളത്തിലെ ജനങ്ങൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നേടിയെടുത്തിട്ട് മുഖ്യമന്ത്രിയായ ശേഷം അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാ സാഹചര്യങ്ങളും ഉപയോഗിച്ച് അദ്ദേഹം സുഖമാനായി ജീവിക്കുന്നു എന്നുള്ളതായിരിക്കും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവുക. Meet the editors.